GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone, everywhere. നമസ്കാരം, എല്ലാവർക്കും ഗരാഡ് പ്ലസ് മലയാളം റിവ്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന ഈ കപട പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലെങ്കിൽ കപട പുരോഗമനവാദികൾ ഉണ്ടല്ലോ, അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഡോൺ പാലത്തറയുടെ പുതിയ സിനിമയായ ഫാമിലിയിൽ. തൻ്റെ സമൂഹത്തിൽ പൊതുവെ ഒരു നന്മപരവും പരോപകാരിയുമായ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുത്ത് അതിൻ്റെ മറയിൽ തൻ്റെ ചില വികൃതമായ പ്രവണതകൾ നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ് വിനയ് ഫോർട്ട് ചെയ്യുന്ന സോണി എന്ന കഥാപാത്രം. ചിലപ്പോൾ നമ്മളെ വളരെ അസ്വസ്ഥമാക്കുന്ന സന്ദർഭങ്ങൾ ക്യാമറ നിശ്ചലമാക്കി പകർത്തുമ്പോൾ ആയിരിക്കും അതിന് കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടുക. ഡോൺ പാലത്തറയുടെ സിനിമകളിൽ പൊതുവേ നമ്മൾ കാണുന്ന ഒരു സവിശേഷതയും ഇത് തന്നെയാണ്. ഒരു നിരീക്ഷകൻ്റെ പ്രകൃതമാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പൊതുവേ കാണപ്പെടുന്നതും ഈ സിനിമകൾക്ക് ഉപകാരപ്പെടുന്നതും. ഫാമിലി എന്ന ചിത്രത്തിൽ ചില വേദനാജനകമായ നിമിഷങ്ങൾ ക്യാമറയിൽ കാണിക്കാതെ അതേസമയം ഒരു മുതിർന്ന പ്രേക്ഷകന് വ്യക്തമാക്കും വിധത്തിലാണ് ഡോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തി കുറ്റവാളിയുടെ വളരെ അടുത്ത് ഇരുന്നിട്ട് പോലും തൊട്ടപ്പുറത്തെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പ്രേക്ഷകനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വളരെ മിനിമലായി അതേസമയം വളരെ ഫലപ്രദമായി എങ്ങനെ ചില സീനുകൾ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഈ സിനിമ. ഡോണിൻ്റെ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ വളരെ സൂക്ഷ്മവും ലളിതവുമായ വിശേഷതകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സ്റ്റിൽ ഫ്രെയിമിലോട്ട് നമ്മുടെ ശ്രദ്ധ ഒരു അല്പനേരം കേന്ദ്രീകരിച്ച് അതിലെ ഡീറ്റെയിൽസ് പരമാവധി നമ്മളെ കൊണ്ട് ഒപ്പിയെടുപ്പിക്കുക എന്നതും ഡോണിൻ്റെ സിനിമകളിലെ ഒരു സവിശേഷതയാണ്. പ്രശസ്ത ടർക്കിഷ് സംവിധായകൻ നൂറി ബിജ് സിലാൻ്റെയും അതുപോലെ ഫ്രഞ്ച് സംവിധായകൻ റോബർട്ട് ബ്രെസോണിൻ്റെയും പിന്നെ ഓസ്ട്രിയൻ സംവിധായകൻ മൈക്കിൾ ഹാനിക്കയുടെയും സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ ഡോണിൻ്റെ സംവിധാന ശൈലിയിൽ സാമ്യതകൾ കാണാൻ സാധിക്കും. ഒരാളുടെ അറ്റൻഷൻ സ്പാൻ വളരെ അധികമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ ഒരു വിധത്തിലുള്ള ചീപ്പ് ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ അലസമായ ഫിലിം മേക്കിംഗ് രീതികളോ സ്വീകരിക്കാത്ത ഡോണിൻ്റെ സിഗ്നേച്ചർ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ പ്രശംസ അർഹിക്കുന്നതാണ്. ശരിക്കും ഒരു നല്ല ഹൈ ക്വാളിറ്റി നോവൽ വായിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഫാമിലി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇടുക്കിയിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരു വലിയ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. പലവിധ സ്വഭാവ സവിശേഷതകളും സങ്കീർണമായ വ്യക്തിത്വങ്ങളുമുള്ള നിരവധി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ സിനിമയുടെ പ്രധാന ആകർഷണ കേന്ദ്രം. ഡോണിൻ്റെ മുമ്പത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഒരു വലിയ സിനിമയാണ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ പ്രകടനവും വൈകൃതമായ പെരുമാറ്റ രീതികളുടെ ഒരു ഗൗരവമായ പഠനം തന്നെയാണ് ഈ സിനിമ. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളുടെ ഉദ്ദേശശുദ്ധി നമുക്ക് മുഴുവനായിട്ട് അളക്കാൻ പറ്റുമോ? നമ്മളെ സഹായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇവർ വല്ല ഹിഡൻ അജണ്ടയും വെച്ചുകൊണ്ടാണോ? ഒരു പശ്ചാത്തലവുമില്ലാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എത്ര പുണ്യാളന്മാരായ കുറ്റവാളികളുണ്ട്. പിന്നെ ഇതിൽ പള്ളിയും പ്രാർത്ഥനയും ധ്യാനവും കൂടി ഇടപെടുമ്പോൾ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുന്നു. ഒരാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അയാളെ ധ്യാനത്തിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന നിലപാടുകളെ ഈ സിനിമയിലൂടെ പരോക്ഷമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വിനയ് ഫോർട്ടിനൊപ്പം ദിവ്യപ്രഭയും മാത്യു തോമസും ജെയിൻ ആൻഡ്രൂസും എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഫാമിലിയിൽ എല്ലാ അഭിനേതാക്കളും തങ്ങളുടെ ഡയലോഗ്സിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും കൃത്യമായി അവരുടെ കഥാപാത്രങ്ങളുടെ സങ്കുചിതമായിട്ടുള്ള മാനസികാവസ്ഥയും സ്വഭാവ ഗുണങ്ങളിലെ പോരായ്മകളും മനോവിഷമങ്ങളും കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്ന ഒരു പുള്ളിപ്പുലിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അത് ശരിക്കും ഈ സിനിമയിലെ കഥാസന്ദർഭങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ഉചിതമായിട്ടുള്ള ഒരു പ്രെഡേറ്റർ ആൻഡ് പ്രേ അനലോജിയെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീ ടു മൂവ്മെൻറ്റിൻ്റെ പശ്ചാത്തലം കൂടെ പരിഗണിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും കുറ്റവാളിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചരിത്രവും അത് കാരണം അവർക്ക് സമൂഹത്തിലുള്ള മാന്യൻ എന്നൊരു സ്ഥാനവും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവരുടെ പീഡനം അതിജീവിച്ച ആൾക്ക് വേണ്ടത്ര പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടല്ലേ. ഫാമിലിയുടെ അവസാന ഫ്രെയിം നിശ്ചലമാകുമ്പോൾ അത് പല ചോദ്യങ്ങളും
നമുക്ക് മുന്നിൽ ബാക്കി വയ്ക്കുന്നു. കാരണം ഈ സിനിമ അവസാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതാണ് ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന പുതിയ സിനിമയുടെ റിവ്യൂ. See you next time. GT Holidays, South India's #1 travel brand. GUVI, a vernacular edutech brand, skilling everyone everywhere.